7500 രൂപയ്ക്ക് ഒരു ഫോൺ. 7500 ഒരു ഫോണോ? വേഗം പോയിട്ടൊന്ന് വാങ്ങി അടിപൊളി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെവി ഗെയിം ഒക്കെ കളിക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ഇവിടുന്ന് ഹലോ എന്ന് വിളിക്കുന്ന നേരം ആടെ ഹലോ എന്ന് കേൾക്കണം. അത് മാത്രം പോരാ, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കണം, യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണണം. ഇങ്ങനത്തെ ആവശ്യമില്ല. അല്ലാണ്ട് ഹെവി യൂസിനുള്ളതല്ല, ഒരു നോർമൽ യൂസിന്, ഒരു സാധാരണക്കാരനുള്ള ഒരു ഫോൺ. നമ്മളിന്ന് നോക്കുന്നത് അങ്ങനെ ഒരു ഫോണാണ് ഓപ്പോന്റെ ഭാഗത്തു നിന്നുള്ള A15. ഇതിപ്പം വന്നൊന്നല്ല കേട്ടോ. എന്നോട് പലരും ചോദിച്ചു ഒരു നോർമൽ യൂസിന് ഒരു ഫോൺ ഏതാണ്, വില കുറഞ്ഞ ഒരു 7000, 8000, 6000 ഫോൺ ഏതാണെന്ന് ചോദിച്ചിട്ട് അതിലുള്ള ഒരു ചോയ്സ് ആണിത്. ഇതിലെന്തൊക്കെ ഉണ്ട് എന്നൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്താണ്, എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, അതടന്നോട്ടെ. ഇത് ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറയായതുകൊണ്ട് നമുക്കൊരു വിപുലമായിട്ടുള്ള അൺബോക്സിംഗും അല്ല, ഒരു റിവ്യൂ അല്ല. ഒരു സാധാരണക്കാരന് കുറഞ്ഞ പൈസക്ക് ഒരു ബഡ്ജറ്റ് ഫോൺ നോർമൽ യൂസിന് അത് ഏതാണെന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ചെയ്യുന്നത്. ഓപ്പോന്റെ ഈ F50 നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് കുറെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ എന്തെല്ലോ എഴുതിക്ക് ഏതെല്ലോ ഭാഷയില്ല, അത് നമ്മൾ നോക്കണ്ട, അടന്നോട്ടെ. ഇതിൽ നമുക്ക് സിം ഇജക്ട് ചെയ്യാനുള്ള ഒരു ഇജക്ടർ കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധനം, അതടക്കട്ടെ. പിന്നെ ഉള്ളത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ലൊരു ബേക്കേസ് കിട്ടുന്നുണ്ട്, അതും ഉപകാരമാണ്. പിന്നെ നമുക്ക് ഫോണിൽ അതിൻ്റെ കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജർ, പിന്നെ ഒരു USB കേബിളും വരുന്നുണ്ട്, ചാർജിങ് കേബിൾ. ഇത് Type-C ഒന്നല്ല, ഒരു നോർമൽ കേബിളാണ്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് 7000 റുപ്യ അല്ലേ, Type-C ഒന്നും കിട്ടുകയല്ല. 7500 കേട്ടോ, 7000 അല്ല. ഫോൺ എടുത്താൽ നല്ല ഹാൻഡി ആയിട്ടുള്ള നല്ലൊരു ഫോണാട്ടോ. 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിലും ഒരു വലിയൊരു വെയിറ്റും വലിപ്പവും തോന്നിക്കുന്നില്ല. ഒരു ഹാൻഡി ആയിട്ടുള്ള വേക്കാവ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നല്ല ഗ്ലോസി ആയിട്ടുള്ള അടിപൊളി ഒരു ഫിനിഷിങ് ഉണ്ട്, നല്ല രസമുണ്ട്, പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു നോർമൽ യൂസിനുള്ള ഫോണാണെന്ന്. അപ്പൊ ഇതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇതിൽ വരുന്നത് Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Android 11 നമുക്ക് കിട്ടണമെങ്കിൽ അതിന് കുറച്ചുകൂടി പൈസ കൊടുക്കേണ്ടി വരും. ഇതിപ്പോ 7500 അല്ലേ, അത്രയും പ്രതീക്ഷിക്കേണ്ടിയുള്ളൂ. പിന്നെ ഇതിന് വരുന്നത് HD+ IPS ഡിസ്പ്ലേ ആണ്. ഫുൾ HD AMOLED ഒന്നുമില്ല. ഇതിന്റെ പ്രോസസ്സർ വരുന്നത് MediaTekന്റെ Helio 35 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. ഒരു ബഡ്ജറ്റ് ഫോണിന് കുഴപ്പമില്ലാത്ത ഒരു പ്രോസസ്സർ. പിന്നെ നല്ല അടിപൊളി ഫോട്ടോ സെൽഫി ഒന്നും എടുക്കാന്ന് വിചാരിക്കണ്ട. 3 ക്യാമറ വരുന്നുണ്ട്. 13 MB ആണ് മെയിൻ ക്യാമറ. 2 MB മാക്രോ, 2 MB ഡെപ്ത് ഉണ്ട്. പിന്നെ വരുന്നത് സെൽഫി ക്യാമറ, അത് തീരെ കുറഞ്ഞു കേട്ടോ, 5 MB ആണ്. അത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പൊ നല്ലൊരു ഫോട്ടോ എടുക്കാം അല്ലെ വീഡിയോ എടുക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് ഇത് നമ്മൾ വാങ്ങണ്ട. എന്നാലും ഒരു ആവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, തീരെ കുഴപ്പമൊന്നുമല്ല. 13 MB ആണെങ്കിലും അല്ലെങ്കിൽ 5 MB ഫ്രണ്ട് ക്യാമറ ആയാലും തീരെ കുഴപ്പമൊന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി വരുന്നത് 4230 mAh ഒരു ബാറ്ററിയാണ്. അതിലൊരു സാധാ ചാർജറും ഫാസ്റ്റ് ചാർജിങ് ഒന്നും നമുക്ക് ഇതിൽ കിട്ടുകയില്ല. അപ്പൊ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയ അത്യാവശ്യ സ്പെസിഫിക്കേഷനുകൾ, എന്നാൽ ഒരു ഹൈ ലെവലിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഫോൺ. 7500 റുപ്യ വെച്ച് നോക്കുന്നേരം നല്ലൊരു ഫോൺ. നിങ്ങൾക്ക് ഒരു ഹൈ പെർഫോമൻസിനാവേണ്ട ഇത് നോക്കണ്ട, ഒരു നോർമൽ യൂസിനാണെങ്കിൽ അത്യാവശ്യം കോൾ ചെയ്യാൻ, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാൻ, യൂട്യൂബ് കാണാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഫോണാണ്. ഇപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ പേരൻസിനൊക്കെ ഒരു ഫോണൊക്കെ വാങ്ങിക്കൊടുക്കുന്നവർ അവരൊന്നും അധികം യൂസ് ചെയ്യല, അവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ. ഇതിന്റെ റേറ്റ് ഞാൻ പറയല്ലോ 7550 രൂപയാണ്. ഇതിൽ ഓഫ്ലൈൻ പ്രൈസ് വരുന്നത്. ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ടില്ല, ഇത് ഓഫ്ലൈനിലാണ് ഇത് പർച്ചേസ് ചെയ്തത്. നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇത് പരിചയപ്പെടുത്താൻ തോന്നി. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഇങ്ങനത്തെ ഒരു ഫോൺ വേണമെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. കാണാനൊക്കെ ലുക്കുള്ള ഒരു മൊഞ്ചത്തി ഫോണാണ്, സ്പെസിഫിക്കേഷനൊക്കെ കുറയും. അപ്പൊ ഈ ഫോണും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങളെ ചങ്ങായിമാർ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫോൺ നോക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ടേക്ക്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.